ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അങ്ങയുടെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പിണങ്ങി മാറി നിൽക്കുകയോ സഹോദരങ്ങൾ തമ്മിൽ വർത്തമാനം പറയാതെ സ്നേഹമില്ലാതെ കലഹിച്ചു കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അയ്യോ അത് ഞാൻ കാരണമല്ലല്ലോ, അത് അവരങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന വഴി അവർ ബലപ്പെടണം. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേ അബ്രാഹത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം തിരുവചനം. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോത്ത് തെരഞ്ഞെടുത്തത് സമ്പത്തുണ്ടാകും, പക്ഷേ ഭാവിയില്ല. ആ ദേശം ദുഷ്കർമ്മികളുടെ ദേശമായിരുന്നു. ഈ ലോത്ത് തെരഞ്ഞെടുത്ത ദേശത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതാണ് പിന്നീട് സോദോം ഗൊമേറയായി മാറ്റപ്പെട്ടത്. ഈ ലോത്ത് ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട് ലോത്തിന് സംഭവിച്ചത് എന്താണെന്ന് തിരുവചനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ ഈ ലോത്തിന് ജീവിതത്തിൽ സംഭവിച്ച്. 1, ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ഭാര്യ ഉപ്പുതൂണായിപ്പോയി. 2ാമത്തെ കാര്യം, മക്കള് ദുർമാർഗികളായി മാറി. ലോത്തിന് സംഭവിച്ച തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തെറ്റ്, മക്കൾ ദുർമാർഗികളായി. 3ാമത്തെ കാര്യം, മരുമക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു. 4ാമത്തെ കാര്യം, ഒന്നുമില്ലാത്തവനായി തിരികെ മടങ്ങേണ്ടി വന്നു. ഒന്നുമില്ലാത്തവനായി തിരികെ മടങ്ങേണ്ടി വന്നു. ലോത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, അച്ചോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ കർത്താവ് നിന്നെ മടങ്ങി വരാൻ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അവകാശമായ സമ്പത്ത് പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട സമ്പത്ത്, സ്വത്ത്, അത് പണമാവാം, മണ്ണാവാം, അഭിമാനമാവാം, ഏത് കാര്യമാവാം, നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, ഒരു കാരണവശാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടരുത്. കാരണം നിങ്ങൾ പറ്റിക്കപ്പെട്ടത് അറിയുന്ന ദൈവം, നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ആമേൻ. നീ തെരഞ്ഞെടുത്തത് ശൂന്യമായ മരുഭൂമി പോലെ ഒന്നുമില്ലാത്തിടമായിരിക്കും. നിന്റെ സഹോദരങ്ങൾ നല്ല നല്ല കണ്ണായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. നിന്റെ മുമ്പിൽ നിനക്കൊന്നുമില്ല. ഇനി എന്ത് ചെയ്യും? എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ. ഇത് വിശ്വസിച്ചോണം. ഒരുപക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ആള്, സഹോദരങ്ങൾക്കൊക്കെ വിദേശങ്ങളിലൊക്കെയാണ്, അവർക്കൊക്കെ ഉണ്ട്, ആൾബലമുണ്ട്, പണമുണ്ട്, ഞങ്ങൾ മാത്രം ഇങ്ങനെ വിഷമിക്കേണ്ടെന്ന്. നിന്റെ കൂടെ കർത്താവുണ്ടോ എങ്കിൽ നീ വിഷമിക്കേണ്ട. നിന്റെ കൂടെ കർത്താവുണ്ടോ നീ വിഷമിക്കേണ്ട. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്റെ കൂടെ ദൈവമുണ്ടോ നീ വിഷമിക്കേണ്ട. ഹല്ലേലൂയ. ഈ അബ്രാഹത്തോട് ദൈവം ചെയ്ത പ്രവൃത്തി എന്ന് വായിച്ചേ. 14-ാം തിരുവചനം, ചാപ്റ്റർ 13 വേഴ്സ് 14. അബ്രാം ലോത്തിൽ നിന്നും വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. കണ്ടോ? അബ്രാഹത്തോട് ദൈവം പറയാണ്, എടാ നീ തല ഉയർത്തി. നീ എന്ത് ചെയ്യണം? തല ഉയർത്തി. ഒന്ന് തല ഉയർത്തിക്ക്. അതായത് നിവർന്ന് നിൽക്കണോന്ന്. അപമാന ഭാരം കൊണ്ട് ഇങ്ങനെ നിൽക്കണ്ടെന്ന്. അയ്യോ എല്ലാം തീർന്നല്ലോ. കുനിഞ്ഞ ശിരസ്സുമായിട്ട് നിൽക്കുന്ന പരാജിതന്റെ മുഖമല്ല, മറിച്ച് നീ തല ഉയർത്തി നിന്നോണം. ഹല്ലേലൂയ. നിന്നെ തല ഉയർത്തി നിർത്താൻ കെൽപ്പുള്ളവൻ നിന്റെ മുമ്പിലുണ്ടെന്ന്. നിന്റെ നാട്ടുകാരും വീട്ടുകാരും അല്ല ഈ തീരുമാനങ്ങൾ എടുക്കുന്ന, മറിച്ച് നിനക്ക് ജീവിതം തന്നവൻ,
നിന്റെ മുമ്പിൽ നിന്നോണ്ട് നിന്നോട് പറയാ, നീ തല ഉയർത്തി നിന്നോണം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എവിടെയെല്ലാം നീ പറ്റിക്കപ്പെട്ടാലും, സാമ്പത്തികമായിട്ട് സകല മേഖലകൾ നീ അടഞ്ഞു പോയാലും, നീ തല ഉയർത്തി നിന്നോണം. കാരണം നിന്നെ തല ഉയർത്തി നിർത്തുന്നവൻ നിന്റെ പക്കൽ നിൽക്കുന്നു. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്നെ തല ഉയർത്താൻ അനുഗ്രഹിക്കുന്നത് നീ നേടിയ സമ്പത്തല്ല, നീ ഉണ്ടാക്കിയ വീടല്ല, നിന്റെ പേരും പ്രശസ്തിയല്ല, മറിച്ച് നിന്റെ കൂടെ ദൈവമുണ്ടോ അന്ന് നീ തല ഉയർത്തി നിൽക്കും. കാരണം ദൈവം പറയാണ്, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. 15-ാമത്തെ വചനം ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തോ. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ തല ഉയർത്തി നോക്കുന്ന ഇടം മുഴുവൻ നിനക്ക് വേണ്ടി നൽകപ്പെടുമെന്നു. ഇതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ? നീ കിഴക്കോട്ട് നോക്കിയാൽ കിഴക്കുള്ള ഇടം, പടിഞ്ഞാറോട്ട് നോക്കിയാൽ പടിഞ്ഞാറിടം, തെക്കോട്ട് നോക്കിയാൽ വടക്കോട്ട് നോക്കിയാൽ നീ നോക്കുന്ന ഇടം നിനക്ക് സ്വന്തമായിട്ട് മാറും. ഹല്ലേലൂയാ. കാരണം എന്താണ്? ഈ മണ്ണ് സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ട്. മണ്ണല്ല പ്രധാനപ്പെട്ടത്, മണ്ണ് സൃഷ്ടിച്ചവനാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റ് അല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് സമ്പത്തിന്റെ ഉടയവനാണ് പ്രധാനപ്പെട്ടത്. ഇത് തലയ്ക്കതൊന്ന് വിട്ടുപോയേക്കരുത്. ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഉണ്ടാക്കുന്ന പേരല്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. നീ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നിന്റെ ഉള്ളിൽ ഇതെല്ലാം സൃഷ്ടിച്ചവനുണ്ടെങ്കിൽ നീ ഒരിക്കലും ആരുടെ മുമ്പിൽ തലതാഴ്ത്ത് നിൽക്കേണ്ടി വരില്ല. നിന്നെ തല ഉയർത്തി ദൈവം നിർത്തും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നു, 16-ാം തിരുവചനം, ഭൂമിയിലെ പുഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പുഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാകും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയാ, അത് ഞാൻ നിനക്ക് തരുമെന്ന്. കാരണം ഈ മണ്ണിന്റെ ഉടയവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. വീട്ടിൽ ചിലപ്പോൾ നിനക്ക് പരാജയം ഉണ്ടാവും, നീ അധികം ഒന്നും നേടിയിട്ടില്ലായിരിക്കും, നാട്ടുകാരുടെ മുമ്പിൽ നീ വിലയില്ലാത്ത ആളായിരിക്കും, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കും. എടാ നീ ഒരു പരാജയമല്ലേ എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം. പ്രാർത്ഥനയ്ക്ക് വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞ, അച്ഛാ എല്ലാ ദിവസവും വീട്ടിലെ ചോദ്യം ഇതാണ്, എന്തിനാ പ്രാർത്ഥിക്കാൻ പോണേ? ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടിയത്? ഈ ഹല്ലേലൂയ പറഞ്ഞു നടന്നിട്ട് എന്താ കിട്ടുന്നത്? ഇതൊക്കെ നിർത്തിക്കൂടെ? നാട്ടുകാർ ചോദിക്കുന്നു, ഇടവകയിലെ ചിലർ ചോദിക്കുന്നു, കുത്തി വാക്കുകൾ. നടന്നു പോകുമ്പോൾ ചിലർ പറയുന്നു, ദേ പ്രാർത്ഥനക്കാർ നടന്നു പോകുന്നു, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയത്? ചോദിച്ചിട്ടില്ലേ നിങ്ങളോട്? ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയത്? എന്താ കിട്ടിയെന്നറിയോ? ഈ ഭൂമി സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ടെന്ന്. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും തകർന്നു പോവാതെ നിന്നെ പിടിച്ചു നിർത്തുന്നവൻ, തല ഉയർത്തി നിൽക്കാൻ നിനക്ക് ശക്തി നൽകുന്നവൻ നിന്റെ കൂടെയുണ്ടെന്ന്. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? ആമേൻ. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ കഴിവുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ പറയും. അത് പറയുന്നത് കേട്ടിട്ട് അയ്യോ എന്നാ പിന്നെ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയേക്കാം, അയ്യോ എന്നാ പിന്നെ ഞാൻ ഈ ശുശ്രൂഷയൊക്കെ നിർത്തിയേക്കാം, അയ്യോ ഇവർക്കൊക്കെ ശല്യമാകുന്നല്ലോ. നീ അവരെ ഇവരെയും കാണിക്കാനല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ആമേൻ. നീ അവരുടെ ഇവരുടെയും പുറകെ നടന്ന് പേര് കിട്ടാനും പ്രശസ്തിക്കല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ആമേൻ. നിന്റെ ശുശ്രൂഷ, നിന്റെ ജീവിതം മുഴുവൻ തമ്പുരാൻ കർത്താവിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് അടിസ്ഥാനപരമായി നിന്നെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം. അങ്ങനെ ചെയ്താലുണ്ടല്ലോ, നീ തല ഉയർത്തി നോക്കുന്ന ഇടം നിനക്ക് ദൈവം തരും. എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ തല ഉയർത്തി നോക്കുന്ന ഇടം, നീ തല ഉയർത്തി നോക്കുന്ന കാര്യം ദൈവം നിനക്ക് തരുമെന്ന്. കാരണം അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അത് വിശ്വാസത്തോടു കൂടെയുള്ള ഒരു നോട്ടമാണ്. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ പലപ്പോഴും ഇവിടെ വന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പില്ല അല്ലേ? നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പില്ല. കാരണം ഇതൊക്കെ നടക്കൂ.
നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഉറപ്പില്ലെന്ന് അബ്രാഹത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. ഒന്ന് തുറന്നേ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം ഒന്ന് തുറന്നൊന്ന് വായിച്ചേ. സുന്ദരമായിട്ടുള്ളൊരു വചനഭാഗം ഇതാ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹെബ്രായ ലേഖനം അതിസുന്ദരമായൊരു വചനഭാഗമാണ്. പഠിച്ചോളൂ, വായിച്ചോളൂ. ഹെബ്രായ ലേഖനം 11:8 ഒന്ന് വായിച്ചേ. 11:8. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള ഫലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അതനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദാന ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസ്ഹാക്കിനോടും അബ്രാഹത്തിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ കൃത്യമായിട്ട് പറയാണ്, അബ്രാഹത്തിന്റെ ഉള്ളിൽ അത്രമേലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം എന്നുള്ളത് 11:1 വായിച്ചേ. ഹെബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നുള്ളത് എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും. ഹല്ലേലൂയ. വിശ്വാസം എന്നുള്ളത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. പ്രത്യാശിക്കുന്നവ, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രത്യാശിക്കുന്ന കാര്യം, യെസ് ഇതെനിക്ക് ലഭിക്കും. വിശ്വാസം, ഇതെനിക്ക് ലഭിക്കും, അല്ലെ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ അൾത്താരയിൽ ഈ തിരി കത്തി നിൽക്കുന്നുണ്ട്. ഈ തിരി കത്തി നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇത് വിശ്വാസമാണോ? അല്ല, ഇത് കാണാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ണുകൊണ്ട് കാണാം. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇവിടെ വേറെ ഒരു തിരി കത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കും, കാണുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ, ഇല്ലെന്ന്. പക്ഷേ നിന്റെ ഉള്ളില് വിശ്വാസത്തിന്റെ ബലമെന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും. അത്രമേൽ ചങ്കിനുള്ളിൽ നീ അത് വിശ്വസിച്ചോണം. നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ അബ്രാഹത്തിനുണ്ടായിരുന്ന വിശ്വാസം നിന്റെ ചങ്കിനുള്ളിൽ നീ ചേർത്ത് വെച്ചോണം. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നിന്റെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടായിരിക്കണം. എന്ത് ബോധ്യം? എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുന്നു. ആമേൻ, ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നീ തല ഉയർത്തി നോക്കുന്ന സ്ഥലം, നീ തല ഉയർത്തി നോക്കുന്ന ദേശം, ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. നീ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നീ തല ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിക്കും. ആമേൻ, ആമേൻ. ഇല്ലെങ്കിൽ എന്തു പറ്റും? എന്നും ഇങ്ങനെ ഭാരപ്പെട്ട് വിഷാദിച്ച് ഇങ്ങനെ ജീവിക്കും. പലപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ്, പരാതി പറഞ്ഞ്, പിറുപിറുത്ത് ജീവിക്കും. അങ്ങനെ ജീവിക്കാനല്ല, തല ഉയർത്തി നോക്കാൻ, കണ്ണ് തുറന്ന് നോക്കാൻ, നിന്റെ ജീവിതത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നിവർന്ന് നടക്കാനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനഭാഗം ഒന്നും കൂടെ വായിച്ചേ. ഇതാ 17-ാം തിരുവചനം. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് സ്ഥലം വിൽക്കപ്പെടുന്നില്ല, വലിയ ഭാരം, അങ്ങനെയൊക്കെയുള്ളവർ ചെയ്യാവുന്ന ഒരു കുഞ്ഞു സൂത്രപ്പണി പറയട്ടെ. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ സ്ഥലത്ത് ചെന്നിട്ട് എത്ര സെന്റ് സ്ഥലമുണ്ട്, എത്ര ഏക്കറുണ്ട് എന്ന് എണ്ണിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ആ മണ്ണിൽ ചെന്നിട്ട് കയ്യിൽ ജപമാല എടുത്ത് അല്ലെങ്കിൽ കുരിശിന്റെ വഴി ചൊല്ലി ആ മണ്ണിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന പ്രാർത്ഥിച്ച ആ മണ്ണിൽ ഒരു അനുഗ്രഹമിടട്ടെ, പ്രാർത്ഥിച്ച ആ മണ്ണിൽ ഒരു അനുഗ്രഹമിടട്ടെ. കർത്താവ് ഇടപെടും. ആമേൻ. വീട് പണി നടക്കുന്നില്ല, വീട് പണിയാനുള്ള സ്ഥലമുണ്ട്, വീട് പണി നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയോ? വീട് പണിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനകൾ ഉയർത്തിയാൽ ആ മണ്ണിൽ ദൈവം ഇടപെടും. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് സ്ഥലം കിട്ടാൻ ആഗ്രഹം,
ആഗ്രഹമുള്ള ഒരു ദേശത്തെ നിങ്ങൾ മനസ്സിൽ കണ്ട് നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിനക്കത് ഒരുക്കിത്തരും. ആമേൻ, ആമേൻ. വിദേശത്ത് ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹം, അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇങ്ങനെ ആത്മീയമായിട്ട് വളർത്താൻ പറ്റും. അങ്ങനെ ഒരു ദർശനം, സ്വപ്നം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സ്ഥലത്തിൻ്റെ പേരെഴുതി വെക്കണം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ പ്രാർത്ഥന ഡയറിയിൽ. എന്നിട്ട് അന്ന് മുതൽ ആ ദേശത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പിടികിട്ടിയോ? അങ്ങനെയാ ഒരു ദേശത്തെത്തേണ്ടത്. പ്രാർത്ഥിച്ചു വേണം എത്താൻ, ആത്മീയമായിട്ട് ബലം കിട്ടിയിട്ട് വേണം എത്താൻ. അല്ലാതെ B1 പഠിച്ച് B2 പഠിച്ച് B1 പഠിച്ച് B2 പഠിച്ച് അയ്യോ തലയ്ക്കകത്തിരിക്കുന്നില്ല. അതല്ല നിന്റെ അടിസ്ഥാനം, അത് വേണ്ടെന്നല്ല. പക്ഷേ നിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്നും ഓർത്തിരിക്കണം, ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം. തല ഉയർത്തി നിൽക്കാൻ, കണ്ണ് തുറന്നു നോക്കാൻ നിനക്ക് കർത്താവ് കൃപ തരുന്നത് അപ്രകാരമാണ്. ഹല്ലേലൂയാ. അബ്രാഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിച്ചോ. 18-ാം തിരുവചനം. അബ്രാഹം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാപ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കിയതേ. എന്നിട്ട് ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താ? അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അവൻ അവിടെ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞത്, ഒരു ദേശത്തെത്തിയപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അവിടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എന്തിനെന്നറിയോ? അതാണ് ഈ വെഞ്ചിരിപ്പ് ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ പ്രദേശത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു പൈശാചിക പീഡയുണ്ടല്ലോ, എന്തോ രോഗപീഠകളുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഓർത്തോണ്ടിരിക്കാനല്ല, മറിച്ച് ആ മണ്ണിൽ പ്രാർത്ഥന ഉയർന്നാൽ ആ പൈശാചിക പീഡ വിട്ടുമാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ മണ്ണിൽ ദൈവിക ശക്തി വെളിപ്പെടും. എത്ര വലിയ തിന്മയുടെ അന്ധകാര ശക്തികളാണെങ്കിലും പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച് തിന്മയുടെ ശക്തികൾ നിർവീര്യമാകും. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ. അതേത് മണ്ണാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ചോണം കേട്ടല്ലോ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുണ്ടാവും ഭാരപ്പെട്ട്, അച്ചോ വീട് പ്രശ്നമാണ് അച്ഛാ, ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇവിടെ പ്രശ്നമാണ്, ഇവിടുന്ന് മാറണം. എങ്ങോട്ട് മാറും? ഇനി നിങ്ങൾ മാറിയാൽ തന്നെ ചെല്ലുന്ന സ്ഥലം ഇതിനേക്കാൾ മോശപ്പെട്ട സ്ഥലമാണെങ്കിലോ നമുക്ക് എങ്ങനെ അറിയാം? ഇതിങ്ങനെ ഓടി നടന്നിട്ട് എന്താകും? ചിലരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഓടി നടക്കുവാണ്. അവർ പറഞ്ഞു, ആ പ്രാർത്ഥന ഗ്രൂപ്പുകാർ പറഞ്ഞു, ഈ കൗൺസിലർ പറഞ്ഞു, ഇന്ന അച്ഛൻ പറഞ്ഞു, ഇന്ന കന്യാസ്ത്രീ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നി. എത്ര നാൾ ഓടും? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്നറിയോ? എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ അന്ധകാരം പൈശാചിക പീഡയാണെങ്കിലും, അതിൻ്റെ ഒത്ത നടുവിൽ നീ പ്രാർത്ഥന ഉയർത്തിയാൽ ആ പൈശാചിക ശക്തികൾ നിർവീര്യമാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തല ഉയർത്തി നിൽക്കണം, നിവർന്ന് നിൽക്കണം, കണ്ണ് തുറന്നു നോക്കണം. കാരണം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കാര്യങ്ങളെ കണ്ണ് തുറന്ന് നീ മനസ്സിലാക്കണം. അത്രമേൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ദൈവദൂത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അബ്രാഹത്തിന്റെ നിലപാട് നീ സ്വീകരിക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കും. ഇന്നലകളിൽ നിനക്കുണ്ടായ പരാജയങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കും. നിനക്കുണ്ടായ പാപാവസ്ഥയെ കർത്താവ് വിശുദ്ധീകരിക്കും. നിന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നല്ലോ എന്നോർത്ത് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥയെ കർത്താവ് വിശുദ്ധീകരിക്കും. എന്ത് ചെയ്യണം? നീ ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥിക്കാൻ, ബലം കൊടുക്കാൻ, അടുത്ത തലമുറയ്ക്ക് ദൈവത്തെ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ ബലം നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.